ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ഒരു കിടിലൻ ഡിന്നർ റെസിപ്പി ഉണ്ടാക്കിയാലോ. എല്ലാ ഞായറാഴ്ചയും നോൺ വെജ് പതിവാണ്. ഞങ്ങൾ നോൺ വെജ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ കപ്പയും പ്രിഫർ ചെയ്യാറുണ്ട്. കപ്പയും ബീഫും ഉള്ള കോമ്പിനേഷൻ പറഞ്ഞറിയിക്കണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ്. ഓക്കെ, നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കപ്പ, 2 കഷ്ണം കപ്പ നല്ലോണം കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റിയിട്ട് അതിൽ കുക്കറിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. കാരണം ഇത് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഈ വീഡിയോ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് കുക്കറിൽ വെച്ച് പെട്ടെന്ന് ആവുമെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇപ്പം അടുത്ത് കപ്പ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ബീഫ് കറിയാണ്. എൻ്റെ പഴയ വീഡിയോസിലൊക്കെ 2 തരം ബീഫ് കറികൾ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി, നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇതിലൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ബീഫ് കറിയാണ്. അതും ഈ മഴ സമയത്ത് കപ്പയും ബീഫും ഒരു കട്ടൻ കാപ്പിയും കൂടെ ആകുമ്പോൾ എന്തൊരു ടേസ്റ്റായിരിക്കും. അതെല്ലാ മലയാളീസും പ്രിഫർ ചെയ്യുന്ന ഒരു ഐറ്റമാണ് കപ്പയും ബീഫും, അല്ലെങ്കിൽ കപ്പയും ചിക്കൻ, അല്ലെങ്കിൽ കപ്പയും മട്ടൺ കറിയും. അപ്പോൾ ഞങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്നത് കപ്പയും ബീഫ് കറിയും. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എൻ്റെ ആ പഴയ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്താൽ മതി. ഇതൊരു 3-4 മിനിറ്റിൽ തന്നെ നമുക്ക് ഈ റെസിപ്പി പ്രിപ്പയർ ചെയ്തെടുക്കാം. ഞങ്ങൾ ഈവനിങ് മാത്രമല്ല, ഡിന്നറായിട്ട് മാത്രമല്ല, ചിലപ്പോഴൊക്കെ ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനും ഈ ഒരു റെസിപ്പി പ്രിഫർ ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ ഓൾറെഡി കുക്കറിൽ ഇത് കുക്ക് ചെയ്തിട്ടുണ്ട് ബീഫ്. അതിലും കുറച്ച് മസാലകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ബീഫ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ ആവശ്യത്തിന് വെള്ളം ഉള്ളതുകൊണ്ട് വേറെ വെള്ളമൊന്നും എടുക്കുന്നില്ല. ബീഫ് വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബീഫ് വെള്ളമാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇത്തിരി കൂടെ കൂടും. ഓക്കെ, മസാല നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ആ ബീഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇവിടെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, വായി വെള്ളം വരും. നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക്, ഒരു പ്ലേറ്റിലേക്ക് കപ്പയും ബീഫ് കറിയും സെർവ് ചെയ്യാം. വാവ്, നമുക്കത് കാണുമ്പോൾ തന്നെ അതൊന്ന് പെട്ടെന്ന് തിന്നണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കപ്പയും ബീഫും റെസിപ്പി.